നമുക്ക് ബാലിന്റെയും ഗോമതിയുടെയും നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന ദേവമംഗലത്ത് എല്ലാവർക്കും സന്തോഷമായി. ജീവൻ വന്ന് പറഞ്ഞിട്ട് പോയ വാക്കുകൾ അങ്ങനത്തെ ആയിരുന്നല്ലോ. ഇനിയിപ്പോ 1 കോടി രൂപയുടെ കാര്യം ഓർത്ത് ടെൻഷൻ അടിക്കണ്ട. അല്ലെങ്കിലോ എന്ത് ചെയ്യുമെന്ന് ഓർത്തിരിക്കുമായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഗോമതി ബാലിനെ വിളിക്കുകയാണ്. ബാലിനെ വിളിച്ചിട്ട് ബാലിനോട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ജീവൻ വന്ന കാര്യവും പണം വേണ്ടെന്ന് പറഞ്ഞൊക്കെ അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ബാലിന് സമാധാനമായി. രക്ഷപ്പെട്ടു. എങ്ങനെ ആ പൈസ ഉണ്ടാക്കുമെന്ന് ഓർത്ത് ടെൻഷൻ അടിച്ചിരിക്കുമായിരുന്നു. ഇനിയിപ്പോൾ അതിൻ്റെ കാര്യമില്ലല്ലോ. ഒടുവിൽ ബാലൻ രാമേട്ടനോട് ഈ കാര്യങ്ങൾ പറയുന്നുണ്ട്. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ രാമേട്ടൻ പറഞ്ഞു, ആ പയ്യനൊരു നല്ലവനായെന്ന് തോന്നേ. അതുകൊണ്ടല്ലേ ശരിക്കും പറഞ്ഞാൽ അവനെപ്പോലെ ഒരു പയ്യനെയായിരുന്നു അനുസരിക്ക് കിട്ടേണ്ടിയിരുന്നേ. ബാലൻ പറഞ്ഞിട്ട് കാര്യമില്ല രാമേട്ട. ഓരോരുത്തർക്കും ഓരോന്ന് വിധിച്ചിട്ടുണ്ട്. എന്റെ മോൾക്ക് അതൊന്നും വിധിച്ചിട്ടില്ല. അത്രയും നല്ലൊരു ബന്ധം. അതുകൊണ്ടാണല്ലോ ആ അലോകിനെ പോലെയുള്ള ഒരുത്തന്റെ കൂടെ ചാടിപ്പോയത്. രാമേട്ടൻ പറഞ്ഞു, ഇനിയിപ്പോൾ അതൊന്നും പറഞ്ഞ് കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. അവരവരുടേതായ ജീവിതം തുടങ്ങിക്കഴിഞ്ഞു. നമ്മൾ ഇനിയിപ്പോൾ അത് അംഗീകരിച്ച് കഴിഞ്ഞേ മതിയാവുള്ളൂ ബാല. അവര് ഭാര്യ ഭർത്താക്കന്മാരാണ്. ഇനിയിപ്പം നിനക്കാണെങ്കിൽ പോലും അവരെ കുറ്റപ്പെടുത്താനുള്ള അവകാശവും കാര്യങ്ങളും ഒന്നുമില്ല. കല്യാണം കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എന്തേലും പറഞ്ഞുകൊണ്ട് എന്നാ അവർ രണ്ടുപേരും ഒന്നാവും. പിന്നെ അറിയാലോ. ബാലൻ പറഞ്ഞു, അതൊക്കെ എനിക്കറിയാം രാമേട്ട. എന്നാലും മനസ്സിന്റെ ഉള്ളിലൊരു വിങ്ങലാണ്. സാരമില്ല, പോട്ടെ. എന്തായാലും വലിയൊരു ടെൻഷൻ തന്നെ മാറി കിട്ടിയില്ലോ. ഇനിയിപ്പോൾ അതൊന്നും ഓർത്ത് ബുദ്ധിമുട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു. പിന്നീട് മിത്രയ്ക്ക് ലെറ്റർ വരുന്നുണ്ട്. അപ്പൊ ഫിസിക്കൽ ടെസ്റ്റിന് വേണ്ടിയിട്ടുള്ള ലെറ്ററാണ് വന്നത്. അത് കണ്ടു കഴിഞ്ഞപ്പോൾ മിത്രയ്ക്ക് ഭയങ്കര സന്തോഷമായി. കുറെ നാളുകളായിട്ട് കാത്തിരിക്കുന്ന ഈ ഒരു ടെസ്റ്റിന് വേണ്ടിയിട്ട് അതിനു വേണ്ടിയിട്ടാണ് പ്രാക്ടീസിനൊക്കെ പോയിക്കൊണ്ടിരുന്നത്. എത്രയും പെട്ടെന്ന് തന്നെ ടെസ്റ്റൊക്കെ പാസ്സായി പോലീസുകാരി ആവണം എന്നൊരു ചിന്ത മാത്രം മിത്രയുടെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ലെറ്റർ കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേനും മിത്ര ഓടി മീനാക്ഷിയുടെ അടുത്തേന്നു. മീനാക്ഷിയോട് കാര്യം പറയണം. മീനാക്ഷിക്ക് സന്തോഷമായ ലെറ്റർ കണ്ടു കഴിഞ്ഞപ്പോൾ അവരങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഗോമതി വന്നിട്ട് ചോദിച്ചു, അല്ല എന്താ രണ്ടാളും കൂടെ എന്ന് ചോദിച്ചു. അതെ, മിത്രയ്ക്ക് ഫിസിക്കൽ ടെസ്റ്റിനുള്ള ലെറ്റർ വന്നെന്ന് പറഞ്ഞു. ടെസ്റ്റിനുള്ള ലെറ്റർ വന്നോ? എന്നാ മോളെ, അടുത്ത ആഴ്ചയാന്ന് പറഞ്ഞു. ആഹാ, കൊള്ളാലോ. അപ്പോഴേക്കും മീനാക്ഷി പറഞ്ഞു, ഇനി അധികം വൈകാതെ ഈ വീട്ടിൽ നിന്നൊരു പോലീസുകാരി ഉണ്ടാവുമെന്ന് പറഞ്ഞു. ദേ, മര്യാദക്കിരുന്നില്ല അമ്മയൊക്കെ തൂക്കിയെടുത്ത് മിക്കവാറും മിത്ര ഇടിക്കുമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഗോമതി പറഞ്ഞു, ഇങ്ങോട്ട് വന്നാൽ മതി എന്നെ ഇടിക്കാനായിട്ട്. മിത്ര പറഞ്ഞു, വെറുതെ മീനാക്ഷി ചേച്ചി പറയുന്നല്ലേ എൻ്റെ അപ്പച്ചി, അത് കാര്യമായിട്ടുണ്ടോന്നൊക്കെ ചോദിച്ചു. അങ്ങനെ അവർ തമാശ പറഞ്ഞ് ചിരിക്കുകയാണ്. പിന്നീട് മിത്ര മുറിയിലേക്ക് പോയിട്ട് ആര്യനെ വിളിക്കുക. അപ്പൊ ആര്യൻ ഡെലിവറി കൊണ്ടേ കൊടുക്കാനായിട്ട് പോകുന്ന സമയത്താണ് മിത്രയുടെ കോള് വരുന്നത്. ഇവിടെ എന്തിനായിരിക്കും പോലും വിളിക്കണേ നടത്തുകൊണ്ട് കോൾ എടുത്തു. എന്താ മിത്ര, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ആര്യന് ഭയങ്കര ടെൻഷനാ. ഇപ്പൊ വീട്ടിൽ നിന്ന് ഒരു കോള് വരുമ്പോഴത്തേനും. അതെ, പ്രശ്നമൊന്നുമില്ല, ഒരു സന്തോഷ വാർത്തയുണ്ട്. സന്തോഷ വാർത്തയോ? അതെന്താ? അതെനിക്ക് ഫിസിക്കൽ ടെസ്റ്റിനുള്ള ഡേറ്റ് കിട്ടിയെന്ന് പറഞ്ഞു, അടുത്ത ആഴ്ച. ആണോ? കൊള്ളാലോ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മിത്ര പറഞ്ഞു, എത്രയും പെട്ടെന്ന് തന്നെ ടെസ്റ്റ് ഒന്ന് നടന്നു കിട്ടിയാൽ മതിയായിരുന്നു. പക്ഷെ എനിക്ക് ടെൻഷൻ ഉണ്ട് ആര്യ. എന്തിന്? പ്രാക്ടീസ് ചെയ്യുന്നുണ്ടല്ലോ, പ്രാക്ടീസ് മുടങ്ങാതെ ചെയ്യുന്നുണ്ടോ? ഉറപ്പായിട്ട് നിനക്ക് ടെസ്റ്റ് പാസ്സാവാനായിട്ട് പറ്റും. നീ കാത്തിരുന്നോ, ഉറപ്പായിട്ട് നിന്റെ ആഗ്രഹം പോലെ തന്നെ നടക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ആര്യനും ഭയങ്കര സന്തോഷത്തിലായിരുന്നു. ഈ സമയത്ത് അച്യുതനെ അമേരിക്കക്കാരെ വിളിക്കുന്നുണ്ട്. കാരണം ഈ അമേരിക്കക്കാരൻ്റെ മോളെയാണ് കല്യാണം കഴിക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുന്ന അലോകിന് വേണ്ടിയിട്ട്. അവർ അമേരിക്ക സെറ്റിൽഡ് ആണ്. അപ്പൊ ആ ഒരു നല്ല ബന്ധം പറഞ്ഞു വെച്ചിരിക്കുമായിരുന്നു. ആ സമയത്താണ് അലോക് പോയി അനുവിനിട്ട് പണി കൊടുക്കാൻ നോക്കിയത്. അച്യുതനാണ് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അലോകിന്റെ കല്യാണം കഴിഞ്ഞ കാര്യമൊന്നും അവർക്കറിയില്ല. അവരധികം വൈകാതെ തന്നെ നാട്ടിലേക്ക് വരും. അപ്പൊ കല്യാണം നടത്താന്നൊക്കെ ആയിരുന്നു പറഞ്ഞു വെച്ചിരുന്നേ. അപ്പൊ അവര് ഇനി നാട്ടിലേക്ക് വരാൻ പോവുക. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അച്യുതൻ ആകെപ്പാടെ ടെൻഷനായി. ഒടുവില് അച്യുതന്റെ ആ സ്ത്രീയുടെ അലോകിന്റെ അടുത്തേക്ക് വന്നു. അങ്ങനെ അവരോടായിട്ട് സംസാരിക്കുകയാണ്. ഇപ്പൊ അവരെന്നെ വിളിച്ചു വെച്ചോളൂ. എടാ, നല്ലൊരു ഒന്നാം തന്നെ ആലോചനയായിരുന്നു ആ അമേരിക്കക്കാരുമായിട്ടുള്ള. കോടികളുടെ ആസ്തിയായിരുന്നു. ആ പെൺകുട്ടീനെ കെട്ടിക്കഴിയുവാണ് നിനക്ക് അമേരിക്കയിലേക്ക് പറക്കുകയും ചേർന്നു. ഇപ്പൊ എല്ലാം തകിടം മറിഞ്ഞില്ലേ? അച്ഛാന് ഞാൻ എന്താ ചെയ്തേ? നിങ്ങൾ എല്ലാരും കൂടെ അല്ലേ പറഞ്ഞേ ഹനുവിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു പോകണം അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ. എടാ, പറഞ്ഞെന്നും പറഞ്ഞോണ്ട് പിന്നെ നീ എന്താ പറഞ്ഞേ? അമേരിക്കക്കാരുമായിട്ടുള്ള ആലോചന അത് മതിയെന്ന് പറഞ്ഞില്ലായിരുന്നോ? അപ്പോഴേക്കും രാജശ്രീ പറഞ്ഞു, ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? അത് പോയില്ലേ. ഇനി ഇവന്റെ കല്യാണം കഴിഞ്ഞു. ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് കാര്യമുണ്ടോ? അച്യുതൻ പറഞ്ഞു, ഈ ബന്ധം നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന ബന്ധമല്ല. ഒരു കാര്യം ചെയ്യുക, നൈസായിട്ട് അനുസരിയെ നീ അങ്ങോട്ട് ഒഴിവാക്കലോകെ. അത് മാത്രം ഞാൻ നോക്കിയിട്ട് ഒരു പരിഹാരം കാണുന്നോളെന്ന് പറഞ്ഞു. അപ്പോഴേക്കും രാജശ്രീ ചോദിച്ചു, ഒഴിവാക്കാനോ? അതെങ്ങനെയാ അച്യുതേട്ടാ? അത് വല്ല ശരിയാകുന്ന കാര്യമാണോ? അവളുടെ കഴുത്തിൽ ഇവൻ താലി ആർത്തിയതല്ലേ? അപ്പൊ പിന്നെ ഒഴിവാക്കാൻ പറ്റുന്ന കാര്യമാണോ?
അലോകിന് പറയാൻ പറ്റുമോ, ഞാൻ അവളുടെ കഴുത്തിൽ താലി ആർത്തിയിട്ടില്ല, അവള് സ്വന്തമായിട്ട് ആ ചരടെടുത്ത് കഴുത്തെ കെട്ടിയതാന്ന്. അത് പറയാൻ പറ്റാത്തതുകൊണ്ട് അലോക് അങ്ങനെ വീർപ്പ് മുട്ടി നിൽക്കുമ്പോഴത്തേനും അച്യുതൻ പറഞ്ഞു, എല്ലാത്തിനും കാരണം ഇവന്റെ എടുത്തിയാട്ട വേണം. എടാ നിനക്ക് ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? അലോകിന് കുറ്റബോധം തോന്നി. അവർക്കൊട്ടൊരു പണി കൊടുക്കാൻ നോക്കിയതാ. അപ്പോഴേക്കും അലോക് പറഞ്ഞു, അത് പിന്നെ അച്ഛാ, ഈ പറയുന്ന ദേവമംഗലക്കാർക്കൊട്ടൊരു പണി കൊടുക്കാന്ന് വിചാരിച്ചാ ഞാൻ ചെയ്തേ. പണി കൊടുത്തു, എന്നിട്ടിപ്പം നിനക്കിട്ട് തന്നെ തിരിച്ച് പണി കിട്ടിയില്ലേ? ഇനി ഒരേ ഒരു മാർഗമുള്ളൂ, എങ്ങനെയെങ്കിലും അവളെ എത്രയും പെട്ടെന്ന് നിന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ നോക്ക്, അല്ലാതെ ഞാൻ നോക്കിയിട്ടൊരു മാർഗവും കാണുന്നില്ല. അപ്പോഴേക്കും അലോക് പറഞ്ഞു, അച്ഛാ അത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമെന്ന് അച്ഛന് തോന്നുന്നുണ്ടോ? അവളെ അങ്ങനെ പെട്ടെന്നൊന്നും ഒഴിവാക്കാൻ പറ്റില്ല. അതെന്ത് കാണിച്ചിട്ടാണല്ലോ ശരി, നീ ഒഴിവാക്കിയാൽ മതിയാവുള്ളൂ. അതിന് എന്ത് തന്ത്രം വേണോ നീ പ്രയോഗിച്ചോളാൻ പറഞ്ഞു. അലോകിന്റെ മനസ്സിരുന്ന് പുകയാൻ തുടങ്ങി. എന്തേലും ചെയ്യണം എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു അലോകിന്റെ മനസ്സിൽ. അല്ലെങ്കിൽ തന്റെ ജീവിതം അമേരിക്കക്കാരന്റെ മോളുമായിട്ടുള്ള ആ ബന്ധം മുടങ്ങിപ്പോ. എങ്ങനെ അവളെ സ്വന്തമാക്കണം? അല്ലെങ്കിൽ ഇവളെ പോലുള്ള ഒരുത്തിനെ കെട്ടിക്കൊണ്ട് തനിക്ക് വലിയ പ്രയോജനമൊന്നും കിട്ടാനില്ല. പോരാത്തന് എങ്ങനെയെങ്കിലും ഇവളെ ഒഴിവാക്കിയില്ലെങ്കിൽ തന്റെ ജീവിതം കോഞ്ഞാട്ടാവുന്നുള്ള കാര്യവും മനസ്സിലായി. പ്രതികാര ബുദ്ധിയോട് കൂടിയിട്ട് അവള് വന്നിരിക്കുന്നേ. അപ്പൊ അതിനെ ഒഴിവാക്കാനുള്ള ചിന്തകളൊക്കെ അലോക് ആലോചിച്ചുകൊണ്ടിരിക്കുക. ഈ സമയത്ത് അൻസരയ്ക്ക് തോന്നി ഇവിടെ എന്തൊക്കെയോ പുകയുന്നുണ്ടെന്ന്. പിന്നീടാണ് അൻസരയ്ക്ക് ആ കാര്യം മനസ്സിലാകുന്നത്. രാജശ്രീ അലോകും തമ്മിൽ സംസാരിക്കുന്നത് കേട്ടിഞ്ഞപ്പം. അപ്പൊ ആ ലോകിന് പുതിയ കല്യാണാലോചന വരുന്നുണ്ട്, അതാണ് കാര്യം. ഓഹോ, തന്നെ ഒഴിവാക്കിയിട്ട് അമേരിക്കക്കാരന്റെ മോളെ കെട്ടാനുള്ള തീരുമാനമാണ്. അന്ന് ഇവനത് പറഞ്ഞിട്ടുണ്ടായിരുന്നു തന്നോട്. ഈ ജന്മത്തിൽ നടക്കില്ല, അങ്ങനെയാണ് പണി കൊടുത്തിട്ട് തന്നെ കാര്യം എന്നൊക്കെ അനുസരി മനസ്സിൽ വിചാരിച്ചു. ഈ സമയം പതിവ് പോലെ ശ്രീദേവി കടയിലേക്ക് പോയി. പക്ഷെ കടയിൽ പോയാൽ ശ്രീദേവിയുടെ ഉള്ളിൽ ആ 2000 രൂപയെക്കുറിച്ചുള്ള ചിന്തകളായിരുന്നു. എന്നാലും എവിടെയായിരിക്കും ആ പൈസ പോയിട്ടുണ്ടായിരിക്കുക? ഒരെത്തും പിടിയും കിട്ടുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഉദയഭാനു കടയിലേക്ക് വരുവാണ്. ഉദയഭാനു വന്നു കഴിഞ്ഞപ്പോൾ ശ്രീദേവി വെച്ചു, എന്താച്ചാ? ഞാൻ മോളെ ഒന്ന് കണ്ട് സംസാരിക്കാൻ വേണ്ടി വന്ന. അതെ, എനിക്ക് കൂടുതലൊന്നും സംസാരിക്കാനില്ല, എനിക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞ. അച്ഛൻ മര്യാദയ്ക്ക് ഇവിടെ നിൽക്കാതെ പോകാൻ നോക്കാനൊക്കെ പറഞ്ഞു. അത് കേട്ടുകഴിഞ്ഞപ്പോൾ ഉദയഭാനു പറഞ്ഞു, എന്താ മോളെ ഇത്? അപ്പൊ കൂടുതലൊന്നും ശ്രീദേവിക്ക് അവിടെ പറയാൻ പറ്റില്ല, കാരണം ബാക്കി എല്ലാവരും കടയിലുണ്ടല്ലോ. ഇത്ര കഴിഞ്ഞപ്പോഴത്തേനും കടയിൽ തിരക്ക് കൂടി കഴിഞ്ഞപ്പോഴത്തേനും ഉദയഭാനു എന്ത് ചെയ്തു, അവിടെ മാറി അവിടെ ഒരു കസേരയിൽ ഇരിക്കുവാണ്. ഈ സമയം ബാലൻ എന്ത് ചെയ്തു, ധർമ്മനോട് പറഞ്ഞു, ധർമ്മ ഡീലർക്ക് കൊടുക്കാനുള്ള പൈസ ഞാനിവിടെ എടുത്തു വെച്ചേക്കാം, എനിക്കിന്ന് കുറച്ച് തിരക്കുണ്ട്, നീ ഒരു കാര്യം ചെയ്യണം, ഇതൊന്ന് കൊടുത്തേക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ടേബിളിലേക്ക് പൈസ എടുത്തു വെച്ചു. പൈസ എടുത്തു, 2 കെട്ട് നോട്ടുണ്ടായിരുന്നു. എന്നിട്ട് ബാലൻ പുറത്തേക്കും കൂടെ ഇറങ്ങിപ്പോയി. ധർമ്മൻ സാധനം കൊടുത്തോണ്ടിരിക്കുമായിരുന്നു. ആ സമയം ശ്രീദേവി എന്ത് ചെയ്തു, ശ്രീദേവി അകത്തായിരുന്നു. ഉദയഭാനു പതുക്കെ ആ നോട്ടുകെട്ടയിലേക്കൊന്ന് നോക്കുകയാണ്. അത് കണ്ടു കഴിഞ്ഞപ്പോൾ ഉദയഭാനു സഹിച്ചില്ല. ഇതടിച്ചു മാറ്റിയിട്ട് തന്നെ കാര്യം. എന്ത് ചെയ്യാൻ പറ്റും? കഴിഞ്ഞ പ്രാവശ്യം വന്ന് 2000 രൂപ അടിച്ചുകൊണ്ട് പോയതാ. ഉദയഭാനു പതുക്കെ കൈ എത്തിച്ചു. ആ ഒരു നോട്ട് കെട്ടെടുത്ത് തൻ്റെ കീശയിലേക്ക് തിരികുവാണ്. കീശയിലേക്ക് തിരികിയിട്ട് ഒന്നുമല്ലാത്ത മട്ടില്ല അവിടുന്ന് പതുക്കെ എഴുന്നേറ്റു. പതുക്കെ എഴുന്നേറ്റ് മോളെ ഞാൻ പോയേക്കുവാന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോവുകയും ചെയ്തു. ശ്രീദേവി അത് നോക്കാനും പോയില്ല. ഉദയഭാനു പോയി കഴിഞ്ഞ് കുറച്ചേരം കഴിഞ്ഞപ്പോഴത്തേനും ധർമ്മൻ പൈസ എടുത്ത് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും പൈസ ഇല്ല, കുറവ് വന്നിരിക്കുന്നു. ധർമ്മൻ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. വല്ലാത്തൊരു ടെൻഷനായിപ്പോയി. ആരെടുത്തോണ്ട് പോയി, എങ്ങനെ എടുത്തോണ്ട് പോയെന്നുള്ള കാര്യങ്ങളൊന്നും അവർക്കൊട്ടും മനസ്സിലായതുമില്ല. ശ്രീദേവിക്കും ടെൻഷനായിപ്പോയി. കഴിഞ്ഞ പ്രാവശ്യം 2000 രൂപ പോയി, വീണ്ടും ഇപ്പോൾ പൈസ പോയിരിക്കുന്നു. എവിടെ പോയി എങ്ങനെ പോയെന്ന് അറിയത്തില്ലാതെ രണ്ടുപേരും കൂടെ ടെൻഷൻ അടിക്കുക. അപ്പം അതിൻ്റെ കഥകളൊക്കെയാണ് കാണാൻ പോകുന്നത്. എന്താണല്ലോ അധികം വൈകാതെ ഉദയഭാനുവിനെ പിടികൂടുക തന്നെ ചെയ്യും. ഉദയഭാനുവാണ് ഈ കള്ളത്തരം കാണിച്ചതെന്നുള്ള കാര്യം ശ്രീദേവിക്കും മനസ്സിലാവും. പക്ഷെ ഇനിയിപ്പോൾ ഇതിൻ്റെ പേരിൽ ആ കുടുംബത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നറിയത്തില്ല. അപ്പം അതിൻ്റെ കഥകൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.